എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ 39ാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ആണ് 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ ബി, ശാരദ. നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണിനാണ് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ്? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മോഹൻലാൽ. മോഹൻലാലിനെയാണ് KSRTC ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ടത്. സംസ്ഥാന വനിതാ കമ്മീഷൻ തുടക്കം കുറിച്ച പ്രചരണ പരിപാടി ഏതാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ തുടക്കം കുറിച്ച പ്രചരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പറന്നുയരാം കരുത്തോടെ. പറന്നുയരാം കരുത്തോടെ എന്ന പ്രചരണ പരിപാടിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ തുടക്കം കുറിച്ചത്. അർബുദ രോഗത്തിനെതിരെ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടി ഏതാണ്? അർബുദ രോഗത്തിനെതിരെ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദമാണ് അർബുദ രോഗത്തിനെതിരെ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മഞ്ജു വാര്യർ. നടി മഞ്ജു വാര്യറാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ. പറന്നുയരാം കരുത്തോടെ എന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? പറന്നുയരാം കരുത്തോടെ എന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മഞ്ജു വാര്യർ. മഞ്ജു വാര്യറാണ് പറന്നുയരാം കരുത്തോടെ എന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രചരണ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ. അപ്പോൾ പറന്നുയരാം കരുത്തോടെ എന്ന പ്രചരണ പരിപാടിയുടെയും ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം എന്ന പ്രചരണ പരിപാടിയുടെയും ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യരാണ്. രണ്ട് പ്രചരണ പരിപാടിയുടെയും ഗുഡ്വിൽ അംബാസിഡറാണ് മഞ്ജു വാര്യർ. കേരള സർക്കാരിന്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരള സർക്കാരിന്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മമ്മൂട്ടി. മമ്മൂട്ടിയാണ് കേരള സർക്കാരിന്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. സംസ്ഥാന വനം വകുപ്പ് പുറത്തിറക്കിയ സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സംസ്ഥാന വനം വകുപ്പ് പുറത്തിറക്കിയ സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ടൊവിനോ തോമസ്. ടൊവിനോ തോമസ് ആണ് സംസ്ഥാന വനം വകുപ്പ് പുറത്തിറക്കിയ സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ. 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയായിരുന്നു? 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി. ആൻസർ ഓപ്ഷൻ ബി, തൃശൂർ. തൃശൂരിലാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്? 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്?
ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത്. 2025-26 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി. 2025-26 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി. ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. പാലക്കാടാണ് 2025-26 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി. 2025-26 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ കിരീടം നേടിയത്. 2025-26 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ കിരീടം നേടിയത്. ആൻസർ ഓപ്ഷൻ സി മലപ്പുറം. മലപ്പുറമാണ് 2025-26 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ കിരീടം നേടിയത്. 2025-26 കേരള സ്കൂൾ കായികോത്സവത്തിന്റെ വേദി. 2025-26 കേരള സ്കൂൾ കായികോത്സവത്തിന്റെ വേദി. ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025-26 കേരള സ്കൂൾ കായികോത്സവത്തിന്റെ വേദി. 2025-26 കേരള സ്കൂൾ കായികോത്സവത്തിന്റെ ഓവറോൾ കിരീടം നേടിയത്. 2025-26 കേരള സ്കൂൾ കായികോത്സവത്തിന്റെ ഓവറോൾ കിരീടം നേടിയത്. ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025-26 കേരള സ്കൂൾ കായികോത്സവത്തിന്റെ ഓവറോൾ കിരീടം നേടിയത്. 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ആൻസർ ഓപ്ഷൻ എ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ. 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ. ആൻസർ ഓപ്ഷൻ ഡി കീർത്തി സുരേഷ്. കീർത്തി സുരേഷ് ആണ് 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ. 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം. 25-26 സ്കൂൾ കായികോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം. ആൻസർ ഓപ്ഷൻ ബി തങ്കു. തങ്കു എന്നു പേരുള്ള മുയൽക്കുട്ടിയാണ് 2025-26 സ്കൂൾ കായികോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം. ബസിലസ് സബ്റ്റിലസ് ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവാണ്? ബസിലസ് സബ്റ്റിലസ് ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവാണ്? ആൻസർ ഓപ്ഷൻ എ കേരളം. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവാണ് ബസിലസ് സബ്റ്റിലസ്. തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഔഷധ ഗുണമുള്ളതും പർപ്പിൾ നിറമുള്ളതുമായ ചേമ്പിനം. തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഔഷധ ഗുണമുള്ളതും പർപ്പിൾ നിറമുള്ളതുമായ ചേമ്പിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജാമുനി. ജാമുനിയാണ് തിരുവനന്തപുരത്തുള്ള കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഔഷധ ഗുണമുള്ളതും പർപ്പിൾ നിറമുള്ളതുമായ ചേമ്പിനം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായിട്ട് പ്രഖ്യാപിച്ച പുതിയ പരിചരണ പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായി പ്രഖ്യാപിച്ച പുതിയ പരിചരണ പദ്ധതി. ആൻസർ ഓപ്ഷൻ സി അൻപ് വീട്. അൻപ് വീടാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായിട്ട് പ്രഖ്യാപിച്ച പുതിയ പരിചരണ പദ്ധതി. 2024 കേരള സർക്കാർ ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 കേരള സർക്കാർ ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ടെസ്സി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിനാണ് 2024 കേരള സർക്കാർ ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി
തിരുവിഴ ജയശങ്കർ. നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം നേടിയത് ആരാണ്? 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കേരളം. കേരളത്തിനാണ് 72ാമത് ദേശീയ വനിതാ വോളിബോൾ കിരീടം നേടിയത്. ഫൈനലിൽ കേരളം റെയിൽവേസിനെ തോൽപ്പിച്ചാണ് 72ാമത് ദേശീയ വോളിബോൾ കിരീടം നേടിയത്. 72ാമത് ദേശീയ പുരുഷ വോളിബോൾ കിരീടം നേടിയത്. 72ാമത് ദേശീയ പുരുഷ വോളിബോൾ കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, റെയിൽവേസ്. റെയിൽവേസ് ആണ് 72ാമത് ദേശീയ പുരുഷ വോളിബോൾ കിരീടം നേടിയത്. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് റെയിൽവേസ് കിരീടം നേടിയത്.